ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല വെച്ചാൽ കുറച്ച് നമ്മൾ തിരക്കായിരുന്നു. അതിനിടയ്ക്ക് ഞാനൊരു യാത്രയും പോയി കേട്ടോ. അപ്പോൾ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ സാധിച്ചു. അപ്പോൾ അങ്ങനെ പോയി, അമ്മയൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ആസ്വദിച്ചില്ലെങ്കിലും നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ, അല്ലെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടാനായിട്ട് എനിക്കത് ഉപകരിച്ചു. എപ്പോഴും നമ്മളിങ്ങനെ ഓരോന്നും ആലോചിച്ച് നെഗറ്റീവ് അടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ നിന്നും ഒരു മാറ്റം എനിക്കുണ്ടായി കേട്ടോ. അപ്പോൾ അതും പോകാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല. പിന്നെ ഒരു ധൈര്യം വെച്ചു. കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞു, നീനിയും പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഉണ്ട് അമ്മയുടെ കൂടെ, പിന്നെ എന്താണ് അമ്മ പേടിക്കണ്ട, പോകുന്ന സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാത്തതല്ലോ, നമുക്ക് ടെൻഷൻ അടിക്കണ്ട, പോവാം എന്ന് പറഞ്ഞു. പ്രജിയും പറഞ്ഞു, ചേച്ചി വരൂ, പുറപ്പെടും. ഞാൻ ഇല്ല, നിങ്ങൾ പൊക്കോളൂ. അന്ന് കാലത്ത് 10 മണി വരെ ഞാൻ അങ്ങനെ തന്നെയാണ് അവരോട് പറഞ്ഞത് കേട്ടോ. കാരണം എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. അപ്പോൾ മറ്റുള്ളവർ പോകാൻ പറ്റുന്നവർ പോകട്ടെ, ആസ്വദിക്കാൻ പറ്റുന്നവർ ആസ്വദിക്കട്ടെ, പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ അവർ പോവച്ച പൊക്കോട്ടെ. അപ്പോൾ റൂം ബുക്ക് ചെയ്ത കാരണം ഞാൻ പറഞ്ഞു, പൈസ എനിക്ക് നഷ്ടമാവട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ പൊക്കോളൂ, ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രജിയും പറഞ്ഞു, ചേച്ചി വാ, എവിടേക്കും പോകണില്ലല്ലോ, പിന്നെന്താ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കാറിൽ പോകണു, അവിടെ എത്തിയ റൂമിൽ അമ്മേനെ ഇരുത്താം, വേറെ ഒന്നുമില്ലല്ലോ, പിന്നെ എന്താന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ എന്തായാലും ആ ലാസ്റ്റ് മൊമെൻറ്റിലാണ് കേട്ടോ. അപ്പം നമ്മൾ യാത്രകൾ, സന്തോഷകരമായ യാത്രകൾ എപ്പോഴും നല്ല തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ സന്തോഷകരമായ യാത്രകൾക്ക് പോകാനും അതുപോലെ തന്നെ ആ യാത്രകൾ നമ്മൾ ആസ്വദിക്കാനും നമുക്ക് കഴിയണം. ഭക്ഷണം എന്താണെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ആവില്ല, എന്നാലും നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാനേ വേണം. നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് യാത്രകളും. അപ്പോൾ ജീവിതം പോലെ തന്നെ യാത്രകൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സുപ്രഭാതത്തിൽ യാത്ര തുടങ്ങിയിട്ടാണ് നമ്മൾ ജീവിതത്തിൽ ജന്മം കൊണ്ടിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ആ യാത്ര നമ്മൾ തിരിച്ചു പോകുമ്പോൾ വന്നു, ജനിച്ചു വീണു, വളർന്നു, അത് കഴിഞ്ഞു നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം, അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ കഴിയുമ്പോൾ അതെല്ലാം ഒരേ സ്ഥലങ്ങളിൽ തന്നെ, അവിടെ നിന്നും ഒരു മാറ്റമില്ലാതെ എപ്പോഴും അങ്ങനെ തന്നെ നിന്നിട്ട് പോകുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നമ്മൾ ജീവിതം ആസ്വദിച്ചു കൊണ്ടുപോകുന്നത് തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ യാത്രകൾ ആസ്വദിക്കാനും അതുപോലെ തന്നെ യാത്ര പോകാൻ സാധിക്കുന്നവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാതെ അത് പൂർണ്ണമായിട്ടും ആ യാത്ര ഒന്ന് ഉൾക്കൊള്ളാനും അത് ആസ്വദിക്കാനുമായിട്ട് ശ്രമിക്കുക തന്നെ വേണം അല്ലേ. അപ്പോൾ ഞാനത് കൂടുതലായിട്ട് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്നോടും ഒരുപാട് പേര് പറയും, യാത്ര പോകൂ, അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്ക് പോകൂ, അങ്ങനെ പോകൂ എന്നൊക്കെ പറയൂട്ടോ. എനിക്ക് പോകാൻ ആഗ്രഹമില്ലാതില്ല. ഇന്ന് ദൈവം സഹായിച്ച് എനിക്ക് വേറെ കൈക്കെട്ടും കാലുകെട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ അമ്മയെ എനിക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയുമ്പോൾ എന്നോടൊക്കെ പറയും, എവിടേക്കും പോകണില്ല, എല്ലാവരൊക്കെ ഇങ്ങനെ പോവുകയാണെന്നുള്ളത് ചിലപ്പോൾ ഒക്കെ ഓർമ്മ വരും തോന്നുന്നു. അപ്പോൾ എന്നോട് പറയും, അവർ പോകുമ്പോൾ നീ കൂടെ പൊക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയും. അങ്ങനെ നമ്മളേക്ക് ഇരുത്തി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ? മറ്റൊരാളുടെ വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ ആക്കി കൊടുത്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലല്ലോ എനിക്ക്. അപ്പം ഞാൻ ഇല്ല. എന്നാലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത കാരണം എനിക്ക് വിഷമങ്ങളൊന്നുമില്ല. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ എനിക്കൊരു നിരാശ എനിക്കും തോന്നാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനല്ലേ, നമുക്ക് നിരാശ തോന്നാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്നാലും യാത്രകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ പോകുന്ന യാത്ര നമ്മൾ പോലും അറിയാതെ നമ്മൾ പോകുന്ന ആ ഒരു യാത്രയാണ് അല്ലേ. അപ്പം നമ്മൾ ആസ്വദിച്ച്, അല്ലെങ്കിൽ നമ്മളെല്ലാം കണ്ടും കേട്ടും നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന ഈ യാത്ര, നമ്മുടെ ഓർമ്മയുള്ള കാലത്ത് ചെയ്യുന്ന ഈ യാത്രകൾ നമുക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം നമുക്കത് ആലോചിക്കാനായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്, മാനസികമായൊരു സന്തോഷം. നമ്മൾ എത്രമാത്രം നമ്മൾ 10 രൂപ ചിലവാക്കുമ്പോൾ അയ്യോ 10 രൂപ പോയില്ലോ എന്ന് ചിന്തിച്ചിരിക്കാതെ ആ 10 രൂപ ചിലവാക്കിയാലും അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുഭവിക്കാനും അതുപോലെ തന്നെ അതിൽ ആസ്വദിക്കാനും നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് വേണം അല്ലേ. അല്ലാത്തടത്തോളം കാലം നമുക്ക് ജീവിതത്തിൽ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ നഴ്സറി കുട്ടികൾക്ക് ഞാൻ പറയാറുണ്ട്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ LKG കുട്ടിക്ക് കൊണ്ടുപോകുന്ന പോലെ ഞാൻ അമ്മയ്ക്ക് വെള്ളവും ബിസ്ക്കറ്റൊക്കെ കൈ പിടിച്ചിട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു LKG കുട്ടീനെ പുറപ്പെടുവിപ്പിച്ച് കൊണ്ടുപോകുന്ന പോലെ ഞാൻ അമ്മേനെ പുറപ്പെടുവിപ്പിച്ച് കൊണ്ടുപോയി. അവിടെ ചെന്നു, അവിടെ റൂമിൽ അതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തി. കൂടുതലൊന്നും എനിക്ക് നടന്ന് കണ്ടില്ലെങ്കിലും കുറച്ച് സമയമൊക്കെ ഞാനും സമയം ചിലവഴിച്ചു കേട്ടോ. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. 100-ൽ 98 പേർക്കും ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ 2 പേർക്ക് ഇഷ്ടമില്ല. എന്താ വെച്ചാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ.
അപ്പം ചിലർ പറയും ഒന്നും വേണ്ട, എനിക്ക് ഒന്നും ചെയ്യണ്ട, എവിടേക്കും പോകണ്ട, വീട്ടിൽ ചോറും കൂട്ടാനൊക്കെ വെക്കൽ കഴിഞ്ഞിട്ട് ആരുമില്ലാതെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നാലും മതി, അല്ലെങ്കിൽ കുറച്ച് നേരം കടന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. കാരണം എന്നോടും ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് പോകാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പോകാത്ത കാരണം കൊണ്ടും അതൊരു ടെൻഷൻ തന്നെയാണ്. പിന്നെ മാത്രമല്ല അമ്മയും കൊണ്ടിട്ട് പോകുമ്പോൾ എവിടെയും പിന്നെ എനിക്ക് അമ്മേനെ ഏൽപ്പിക്കാനായിട്ട് പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പ്രായമായ ഒരാളും ഏറ്റെടുക്കില്ല. മാത്രമല്ല പിന്നെ കുറച്ച് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരാളുടെ അടുത്ത് ഏൽപ്പിച്ച് പോകാനും മാനസികമായിട്ട് നമുക്കും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അമ്മേനെ ഇപ്പോൾ പ്രജർ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചിയമ്മയാണെങ്കിലും അവിടെ കൊടന്ന് നിർത്തിക്കോളാനൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനത് ചെയ്യാത്തതാണ് കേട്ടോ. പ്രജർ അമ്മയും പറയും എവിടേക്കാണ് പോകാൻ പറ്റുന്നത് വെച്ചാൽ പൊക്കോളൂ, അമ്മേനെ ഇവിടെ കൊടന്നോളൂ, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ഓരോ സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല അവരങ്ങനെ പറഞ്ഞാലും അവർക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയാം. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ അല്ലെങ്കിൽ അമ്മയ്ക്ക് മകളായിട്ട് ഞാൻ ജനിച്ചു. അപ്പോൾ പിന്നെ അമ്മേനെ ഞാൻ തന്നെ നോക്കല്ലേ നല്ലത്, കുഴപ്പമില്ല. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, സാരമില്ലാന്നേ. നമുക്കും ദൈവം അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചു തരും. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ, അതായത് ചെറുപ്പത്തിലെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ എനിക്കിഷ്ടം എങ്ങനെയായിരുന്നു അറിയാം, ബസ്സിലൊക്കെ യാത്ര ചെയ്യണ സമയത്ത് സൈഡ് സീറ്റിൽ എനിക്കിഷ്ടമാണ് കേട്ടോ. പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതെ ഞാൻ ഏതോ ലോകത്തിലൂടെ ഇങ്ങനെ പോകും. അങ്ങനെ എനിക്ക് അന്നും അങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. പിന്നെയും വലുതായപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ മുന്നേ പറയുന്നത് പോലെ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളോട് പറയും, പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയും, കല്യാണം കഴിഞ്ഞാൽ ടൂറൊക്കെ പോവാം, ഇപ്പോൾ പോകണ്ട, സ്കൂളിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ പോവുക വെച്ചാൽ അങ്ങനെ ഒരു പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടും പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഏട്ടൻ റിട്ടയർഡ് ആയതിനു ശേഷമാണ് ഏട്ടന് തോന്നിയത് ഞാൻ ജോലി എന്ന് വിചാരിച്ച് നടന്നു, ഇവളെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. പക്ഷേ അപ്പോൾ ദീപുവിനോടും പറഞ്ഞു കേട്ടോ, എവിടേക്ക് പോവാച്ചാലും അവളുടെയും എൻ്റെയും കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, പക്ഷേ നിങ്ങൾ പോകുമ്പോൾ ഞങ്ങളെയും കൂടി കൂട്ടത്തിൽ കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവവിധി നമുക്ക് മറ്റൊന്നാണ്. അപ്പോൾ വിധീനെ തടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ അല്ലേ. അതായത് നമ്മുടെ യാത്രയിൽ നമുക്ക് മുടക്കങ്ങൾ വന്നു. ഇപ്പോഴും നമുക്ക് യാത്രയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. എപ്പോഴും പറയുന്ന പോലെ കുന്നോളം ആഗ്രഹിച്ച നമുക്ക് കുന്നിക്കുരുവോളം കിട്ടുമെന്ന് പറയും. ഞാൻ കുന്നിക്കുരുവോളം പോലും ഞാൻ ആഗ്രഹിക്കാറില്ല കേട്ടോ. കിട്ടുന്നത് എന്തും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നതൊക്കെ സന്തോഷം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ എന്നാലും എപ്പോഴെങ്കിലൊക്കെ നമുക്ക് മനുഷ്യനല്ലേ, അപ്പോൾ ഒന്ന് പൊട്ടിപ്പോവാത്ത അല്ലെങ്കിൽ ഒന്ന് ഇടറാത്ത സമയങ്ങളുണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊക്കെ ഇപ്പം എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടുള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ അതും മനസ്സിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ദീപുവിനോട് ഞാൻ 5 വർഷം മുൻപ് ഞാൻ ദീപുവിനോട് പറഞ്ഞു, എനിക്ക് എപ്പോഴും എന്താ വെച്ചാൽ എപ്പോഴും വീട്ടിലെ അടുക്കള പണികൾ കാര്യങ്ങൾ എന്നല്ലാതെ ഞാൻ അമ്പലത്തേക്ക് പോലും എനിക്ക് പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇപ്പോഴും അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ദീപുവിനോട് പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ എന്തേ ചോദിച്ചു. ഒന്നുമില്ല, ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒഴിഞ്ഞ ചെറിയൊരു വീട് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല സ്ഥലങ്ങളിലും അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം എനിക്ക് അങ്ങനെ പോയി നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദീപു എന്നോട് പറഞ്ഞു സെറ്റാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അതിരപ്പള്ളിയിൽ റിസോർട്ട് എടുത്തിട്ട്, അന്ന് കോവിഡ് കാലമാണ് കേട്ടോ. അപ്പോൾ എവിടേക്കും ടൂറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ സമയത്ത് എന്നിട്ട് അതിരപ്പള്ളിയിൽ നമ്മൾ റിസോർട്ടിൽ പോയിട്ട് താമസിച്ചു. ഞങ്ങൾ മക്കളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ 3-4 റൂം എടുത്തു. അപ്പോൾ ഞാനും ഏട്ടനും പിന്നെ അതുപോലെ തന്നെ ദീപും ഭാര്യ, അങ്ങനെ നമ്മൾ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നീന്തുന്നത് ആദ്യമായിട്ട് ദീപും അബിയൊക്കെ കാണുന്നത് ആ സമയത്താണ് കേട്ടോ. അപ്പം ഞാൻ നീന്തുന്നത് കണ്ടപ്പോൾ അവരാകെ അന്തം വിട്ടു. അത് നീന്തൽ അറിയാമായിരുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒക്കെ കുട്ടിക്കാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പിന്നെ കുളമൊന്നും കാണുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അറിയില്ല. അപ്പോൾ അവർക്കും അറിയില്ല ഞാൻ നീന്തും എന്നുള്ളത്. അങ്ങനെ ഞാൻ നീന്തി അതൊക്കെ കഴിഞ്ഞു. അവിടെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്, വർക്കൗട്ടുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു റിസോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ദിവസം അവിടെ അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷം നമ്മൾ ഇവിടേക്ക് സൈലൻറ്റ് വാലി പോയി അന്ന് അപ്പോൾ അയ്യപ്പനും കോശിയൊക്കെ. അപ്പോൾ ആ സമയത്ത് അവിടെ നമ്മൾ സൈലൻറ്റ് വാലി പോയി. അവിടെ ഇതുപോലെ റിസോർട്ടിൽ പോയിട്ട് നമ്മൾ അന്ന് അവിടെ പോയപ്പോൾ നമ്മൾ വലിയ ഹാള് പോലെ ഒരു റൂം വേറെ എക്സ്ട്രാ ഉണ്ട്. അങ്ങനെയുള്ള ഒരു റിസോർട്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ നമ്മളവിടെ കൂടി ആ ദിവസം ഫുള്ള് അവിടെ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത് കേട്ടോ. അപ്പോൾ ട്രക്കിങ്ങിന് പോകേണ്ടവർക്ക് പോകാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും മനസ്സിലൊരു
സന്തോഷം. അവിടുന്ന് ഒരു മാസം കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് ട്രിപ്പ് പോയി വന്നിട്ട് കറക്റ്റ് പിറ്റത്തെ മാസം അതേ ദിവസമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ദുരന്തം സംഭവിക്കണത് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ചിന്തിച്ചു, നമ്മൾ ആ ടൂർ പോയിട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു അടുത്ത മാസം ഈ ദിവസം ഇങ്ങനെ സംഭവിക്കും നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ആലോചിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ആ ട്രിപ്പിന് പ്രജി ഉണ്ടായിരുന്നു. അതിന് മുന്നേ നമ്മൾ പോണതിൽ പ്രജി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ട്രിപ്പിന് പ്രജി ഉണ്ടായിരുന്നു. പിന്നെ ആ വർഷം ഞാൻ പറഞ്ഞു പിറ്റത്തെ മാസം നമ്മുടെ ജീവിതത്തിൽ ആ ദുരന്തം സംഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ 3 വർഷമായിട്ട് ഞാൻ എവിടെയും പോവാറില്ല, ഒന്നിനും പോവായിട്ടുമില്ല. മനസ്സിൽ ആഗ്രഹം ഇല്ലാണ്ടെന്നല്ല, എനിക്ക് ആഗ്രഹം തന്നെയാണ്, എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഒറ്റയ്ക്ക് പോകാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ലേഡീസിന് മാത്രമായിട്ട് പോകുന്ന തൃശ്ശൂരിൽ നിന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് വടക്കാഞ്ചേരിയിൽ നിന്നൊക്കെ അങ്ങനെ ഒരുപാട് പേര് പോകുന്നുണ്ട്. പക്ഷേ എന്തോ നമ്മൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ പോലും എപ്പോഴും ഒരാളെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും പിന്നാലെ പോയിട്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഇത് അങ്ങനെ ആയിപ്പോയത് കൊണ്ടായിരിക്കാം ഒറ്റയ്ക്ക് പോകാനായിട്ട് എനിക്ക് പേടി. പക്ഷെ നമ്മളും ഒറ്റയ്ക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാനതിന് ശ്രമിക്കാറുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അഭിനയനും ഒക്കെ പോണ സമയത്ത് അവരും എന്നെ വിളിക്കും. പക്ഷെ അമ്മ ഞാൻ എവിടെ ഏൽപ്പിക്കും, ആ ഒരു ഒറ്റ വിഷമം കൊണ്ടാണ് ഞാൻ എവിടേക്കും പോകാത്തത്. അല്ലാതെ എനിക്ക് എവിടേക്കും യാത്ര ചെയ്യാനും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല കേട്ടോ. എനിക്ക് യാത്ര ഇഷ്ടമാണ്. ഇതുപോലെ ഞാൻ പറയാറില്ല, ഞാൻ യാത്രയിൽ അധികം സംസാരിക്കാറില്ല. എനിക്കങ്ങനെ അധികം സംസാരിച്ചിട്ട് പോണത് എനിക്കിഷ്ടമില്ല. യാത്രയിൽ എനിക്കിങ്ങനെ പാട്ട് കേട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ നമ്മൾ നമ്മുടേതായ ലോകത്തിൽ പോകാനാണ് എനിക്കിഷ്ടം കേട്ടോ. അത് എപ്പോഴും അതാ ഞാൻ പറഞ്ഞു, കുട്ടിക്കാലത്ത് ഞാൻ ബസ്സിൽ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് പാട്ട് കേട്ട് പോകാൻ എനിക്കിഷ്ടമാണ്. നമ്മൾ കല്യാണത്തിന് അന്നൊക്കെ കല്യാണങ്ങൾക്ക് ഇതുപോലെ ബസ് ഉണ്ടാവുക. അപ്പോൾ ബസ്സിൻ്റെ സൈഡ് സീറ്റിലൊക്കെ കല്യാണമൊക്കെ ചിലപ്പോൾ കുറേ ദൂരമൊക്കെയാണ്. നമ്മൾ പെണ്ണിൻ്റെ വീട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളടുത്ത അയൽവക്കക്കാരൊക്കെ കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കുമ്പോൾ ഞാൻ പോവും. അങ്ങനെയൊക്കെ പോണ സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ടൂറ് പോവുകയാണെങ്കിലും എനിക്കിങ്ങനെ ഇഷ്ടം കാഴ്ചകൾ, ഇങ്ങനെ ഞാൻ പുറത്തെ കാഴ്ചകൾ കണ്ട് അത് നോക്കിയിരുന്ന് ആ പാട്ടും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആസ്വദിച്ച് നമ്മൾ ഏതോ ഒരു ലോകത്തിലൂടെ പോകുന്ന ആ ഒരു ഇതിലാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ സംസാരിക്കുന്നതുകൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല, ഞാൻ സംസാരിക്കും, എൻ്റെ കൂട്ടത്തിലുള്ളവരോട് സംസാരിക്കാതിരിക്കില്ല. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഇഷ്ടം എന്ന് ഞാൻ പറയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ യാത്ര ചെല്ലുന്ന സ്ഥലത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനും ഒരുപാട് ദൂരം നടന്ന് കാണാനും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് യാത്ര ഇഷ്ടമുള്ളൂ എന്നുള്ളതില്ല. അങ്ങനെ പോകാനും എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ കാഴ്ചകളൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ റിസോർട്ടിൽ എന്തെങ്കിലും കുറച്ച് കാഴ്ചകൾ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാനുള്ള രീതിയിൽ ഇരുന്ന് ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് തന്നെ മതി കേട്ടോ. അതും എനിക്കിഷ്ടമാണ്. അപ്പം അങ്ങനെ ആയാലും മതി. അപ്പം അതായത് അമിതമായിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പോയ യാത്രയും ഞാൻ സന്തോഷമായിട്ട് നമുക്കാവാം. അതുപോലെ തന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ എറണാകുളത്തൊക്കെ ആകുമ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഒന്നും എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി നമ്മൾ കഴിക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ അവരും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർഡർ കൊടുക്കും, അങ്ങനെ കഴിക്കും. അങ്ങനെ പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാത്ര നമ്മൾ പരമാവധി ഞാൻ ആസ്വദിക്കാറുണ്ട്. പക്ഷേ യാത്ര ആസ്വദിക്കാനായിട്ട് തന്നെ വേണം അല്ലേ. അല്ലാതെ നമ്മൾ യാത്ര പോയി കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഭാര്യയും ഭർത്താവും തല്ലിവിടുക, അല്ലെങ്കിൽ കൂടെ ഫ്രണ്ട്സിനെ കൂടെ കൂട്ടിയിട്ട് മദ്യപിച്ചിട്ട് യാത്രയുടെ രസം കളയുക, അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം അതെനിക്കിഷ്ടമില്ല. അപ്പം നമ്മൾ യാത്ര പോണത് എന്തിനാ, നമ്മുടെ മനസ്സിന് നമുക്കൊരു ശാന്തതയും സമാധാനവും അതുപോലെ തന്നെ ഒരു സന്തോഷവും കിട്ടാനായിട്ടാണ് അല്ലേ. അപ്പോൾ ആ സന്തോഷം നമ്മൾ നശിപ്പിക്കുന്നത് അവിടെ പോയിട്ട് ഇതുപോലെയുള്ള കൂട്ടരുടെ കൂടെ പോയിട്ട് നമ്മൾ നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ യാത്ര പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ല, അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ വിളിച്ചാലും ഞാൻ അങ്ങനെയൊക്കെ ആരെങ്കിലും പോകണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് അബദ്ധം പറ്റാം, ചിലപ്പോൾ ആരുടെയെങ്കിലും കൂടെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ട. അപ്പോൾ ലേഡീസ് മാത്രമായിട്ട് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പോകാനും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പോകാത്തത് കാരണം എനിക്ക് പേടി വെച്ചാൽ അറിയില്ല, നമുക്കൊരു ഉൾഭയമാണത്, എന്താണെന്നുള്ളത് പറയാൻ അറിയില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളും നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഏട്ടൻ്റെ കൂടെ പോകുമ്പോൾ എവിടേക്ക് വേണമെങ്കിൽ എനിക്ക് പോകാൻ പേടിയുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഭാഷ വേണമെങ്കിൽ ഏട്ടൻ സംസാരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ പറഞ്ഞു കുട്ടികളെ പോലെയാണ് എന്നെ കൊണ്ട് നടന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ വേണ്ടതായ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നിട്ട്
അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ. അല്ലാതെ പോകുമ്പോൾ നമുക്ക് പേടിയാണ്, എന്ത് ചെയ്താലാ പേടി അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ചുരുക്കം ഞാൻ പറഞ്ഞു, എനിക്ക് ട്രെയിനിൽ കയറാൻ പോലും പേടിയാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കേട്ടോ. വേറെ ഒന്നും ഉണ്ടല്ല കേട്ടോ. മറ്റേതെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയേണ്ട ബോഗി എവിടെയാണ് വരുന്നത് വെച്ചാൽ അവിടെ പോയി നമ്മൾ കയറി നമുക്ക് സീറ്റ് എടുക്കാൻ ഏട്ടൻ വിരിച്ചു തരണം, അങ്ങനെ പോകണു. അപ്പോൾ അതൊരു രസം. പിന്നെ ഞാൻ പറഞ്ഞു, ജോലി സമയത്ത് ഏട്ടൻ ജോലി എന്നുള്ള ചിന്തയിൽ നമുക്ക് എവിടേക്കും പോകാൻ പറ്റിയില്ല. സൗകര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേണ്ട നമുക്ക് പോയി താമസിക്കാനും യാത്രയ്ക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്ന കാലഘട്ടമാണെങ്കിൽ പോലും നമുക്കങ്ങനെ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, അഭിയാണെങ്കിലും ദീപു ആണെങ്കിലും അവരോട് പോകാൻ പറ്റുന്ന സമയങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അത് വരെയുള്ള സമയത്താണ് നമ്മൾ ഈ യാത്രകളാണെങ്കിലും ഇങ്ങനെ ജീവിതം ആസ്വദിക്കാനാണെങ്കിലും നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നവർ പോട്ടെ, നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിൽ ആരോടും വിഷമമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ പോകുന്നത് കണ്ട് നമുക്ക് അസൂയില്ല, ഒന്നുമില്ല കേട്ടോ. നമുക്ക് പറ്റിയില്ല, ശരി, അവർ പോയി പോയി സന്തോഷം, അങ്ങനെ വേണമല്ലേ പോകണം അങ്ങനെ ഞാൻ പറയുന്നല്ലാതെ നമുക്കതിൽ വേറൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുട്ടികളോട് അങ്ങനെ പറയും, അവരും പരമാവധി യാത്ര ആസ്വദിക്കാറുണ്ട്, പോകാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു, അമ്മയൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ആ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളായിട്ട് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കാം. കൂടുതലൊന്നുമില്ല, എന്നാലും എനിക്ക് മനസ്സിന് സന്തോഷമായതുകൊണ്ട് അതെൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി അത്യാവശ്യം വൈകി എത്തുമ്പോൾ വന്നു. അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും ഞാൻ റെഡിയാക്കിയിട്ടില്ല നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ 2 ദിവസം ഉണ്ടാവാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരോടൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.